ഞാനവിടെ കിടക്കുന്നുണ്ടെന്ന് ഇത് ചെറിയ റൂമാണെന്നൊക്കെ അറിഞ്ഞിട്ട് അതിനുള്ളിൽ മരുന്നടിച്ചുകൊണ്ട് പുറത്തുനിന്ന് കുറ്റിയിട്ട് പോകുമ്പോൾ എന്നെ കൊലപ്പെടുത്താനുള്ള ശ്രമമില്ല അത്. അല്ല അതെന്തിനാ നിങ്ങൾ കിടന്നുറങ്ങുന്ന റൂമിൽ ആ മരുന്നടിച്ചിട്ട് അദ്ദേഹം പുറത്തുനിന്ന് കുറ്റിയിട്ടുന്നു? ആ പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് കുറ്റിയിട്ടിട്ട് പോയി. റൂം പിന്നെ തുറക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ എനിക്ക് പുറത്ത് പള്ളി കയറാൻ പറ്റില്ല. മറ്റേ വീട്ടിൽ അതിൻ്റെ പുറത്തേക്കുള്ളൊരു റൂം, മുറ്റത്തേക്കുള്ളൊരു റൂം വേറെ ഉണ്ട്, അതിലൊരു ഡോറുണ്ട്. ആ ആ ഡോറിൻ്റെ കുറ്റി തുറന്നിട്ടാണ് ഞാൻ പുറത്തിറങ്ങാൻ ശ്രമിച്ചത്. ആ ഇവിടെ റൂമിൽ എഴുന്നേറ്റ പാടെ എനിക്ക് ശ്വാസം കിട്ടാതായപ്പോൾ ഞാനിങ്ങനെ ഈ റൂമിന് മുട്ടുന്നുണ്ട്, തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ അപ്പോൾ നോക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഒക്കെ മരുന്നടിച്ചിട്ട് ഇതൊക്കെ കുറ്റിയിട്ടിട്ട് പോയിട്ടുള്ളത്. അല്ല നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിൽ ഗൗരവം മനസ്സിലാക്കണം. കൊലപാതക ശ്രമം ചെയ്യുന്നത് പിന്നെ നമ്മൾ അപായപ്പെടുത്തലല്ലാതെ വേറെ എന്താ അതിൻ്റെ ഉദ്ദേശം? ഇത് എലിവിഷാണെന്നും ഇത് ഒരാൾ റൂമിൽ കിടന്ന് പിന്നെ കിടക്കണോടുത്ത് വന്നിട്ട് ഈ ചെറിയ റൂമിൻ്റെ ഉള്ളിൽ അടിച്ചിട്ട് ആ റൂം കുറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ശ്വാസം മുട്ടുന്നൊക്കെ ഈ വ്യക്തിക്ക് അറിഞ്ഞൂടെ? അത്രയും പ്രായം പക്വതയുള്ള വ്യക്തിയല്ലേ, മനുഷ്യനല്ലേ അത്. അതിന് നിങ്ങൾക്ക് ഇപ്പോൾ അസ്വസ്ഥത ക്ഷീണം കാര്യങ്ങൾ ആ സംഭവിച്ചു? ഉടനെ ഉണ്ടായി. ഞാൻ ഉടനെ തന്നെ സെക്രട്ടറിക്ക് വിളിച്ചു.